ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് കേരളത്തിൽ എവിടെ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നത്. ഒക്കെ തിരുവനന്തപുരത്ത് വേണമെന്നും തിരുവനന്തപുരത്തുകാർ, കോഴിക്കോട് വേണമെന്ന് കോഴിക്കോട്ടുകാർ. ഇതിനിടയിൽ കോഴിക്കോട് കിനാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കർ കണക്കിന് ഭൂമി ഇടതുപക്ഷം കാണിച്ചു കൊടുത്തു. LDF സർക്കാർ, പിണറായി സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. അപ്പം 3 സ്ഥലം വേണമെന്ന് അവർ പറഞ്ഞു. അവർ 3 സ്ഥലം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയുമുള്ള അവരുടെ എയിംസിൻ്റെ സംഘം വന്ന് പരിശോധിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 3 സ്ഥലം കൊടുക്കാതെ 1 സ്ഥലം കൊടുത്തത് കൊണ്ട് മാത്രം അത് പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടുമ്പോൾ ഇങ്ങനെ വന്ന് പറയും ഇങ്ങനെ ലെറ്റർ കൊടുക്കണം. പക്ഷേ വീണ ജോർജ് അത് മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ അലിയൻസ് ആണ്, ഇപ്പോൾ അളിയന്മാരുടെ ഒരു കാര്യം വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയും അളിയനായിട്ടുള്ള കെ മുരളീധരനും തമ്മിൽ അവർ അലിയൻസ് ആണ്. അവർ തമ്മിൽ ഇപ്പോൾ ഒരു ധാരണ വന്നിട്ടുണ്ട്. നല്ലൊരു കെമിസ്ട്രിയാണ്. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ല, എവിടെ വേണോ 3 സ്ഥലം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ തൃശ്ശൂറാണോ ഒരു ഓപ്ഷൻ? തൃശ്ശൂരിലെ MP ആയിട്ട് പോലും ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടാണ് വലിയ തോതിൽ എയിംസിന് വേണ്ടി ആലപ്പുഴയ്ക്ക് എയിംസ് വേണം എന്നാണ് വലിയ തോതിൽ ആര് വാദിക്കുന്നത്? നമ്മുടെ സുരേഷ് ഗോപി മന്ത്രി വാദിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും ഇടുക്കിയിൽ വെച്ചാലും കൊള്ളാമെന്ന് പറയും. എന്തായാലും ഒരു 5 സ്ഥലം അദ്ദേഹം എഴുതി വാങ്ങിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ 5 സ്ഥലവും എഴുതി ഡൽഹിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രായോഗികമായി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇടുക്കിയിൽ കൊണ്ട് വച്ചാലുള്ളൊരു കുഴപ്പം, മറ്റ് ജില്ലകളിൽ നിന്ന്, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് ഇടുക്കിയിൽ യാത്ര ചെയ്തെത്തി ചികിത്സ നേടുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് അവിടെ പോകണമല്ലോ എയിംസ് വന്നാൽ, അത് പ്രായോഗികമല്ല. അതുകൊണ്ട് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴേക്ക്, തൊടുപുഴ പോലുള്ള താഴേക്ക്, ഇടുക്കിയുടെ ഹൈറേഞ്ചിലേക്ക് പിടിക്കാതെ താഴേക്ക് എവിടെയെങ്കിലും കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ ഈ എവിടെയാണോ എയിംസ് വരുന്നത് അതിൻ്റെ അടുത്ത് വിമാനത്താവളത്തിൻ്റെ ഒരു അക്സസിബിലിറ്റി വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ റോഡ് അക്സസിബിലിറ്റി പ്രധാനമാണ്. ഇതെല്ലാം വരുന്ന സ്ഥലത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി അഥവാ വിമാനത്താവളം ഇല്ലാത്തൊരു ജില്ലയിലാണ്, ഇപ്പോൾ ആലപ്പുഴ പോലുള്ള ജില്ലയിലാണ് വരുന്നതെങ്കിൽ വിമാനത്താവളം തുടങ്ങിയാലും കുഴപ്പമില്ല. മിനി വിമാനത്താവളമൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സംവിധാനമൊക്കെ തുടങ്ങിയാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും തൃശ്ശൂരിനും അവകാശമുണ്ട് ഇതിന്. അത് പക്ഷേ ഞാൻ തൃശ്ശൂരിന് വേണ്ടി മാത്രം ബാധിക്കുന്നില്ല. എവിടെയാണ് വരട്ടെ. അടുത്ത ബഡ്ജറ്റിന് മുമ്പ് കേരളത്തിന് എയിംസ് ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും അടുത്ത കേന്ദ്ര ബഡ്ജറ്റിൽ എയിംസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനിടയിൽ പ്രേമചന്ദ്രൻ്റെ കൊല്ലം ആശ്രാമം മൈതാനത്തിൻ്റെ അടുത്തുള്ള ESI ഹോസ്പിറ്റൽ ESI മെഡിക്കൽ കോളേജ് ആക്കാനുള്ള ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്, ഒറ്റ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് അത് കിട്ടാതെ പോയത്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ NK പ്രേമചന്ദ്രൻ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് വീണ ജോർജ് കൊടുക്കാതിരുന്നത്. വീണ ജോർജ് ഇത് കൊടുക്കാൻ വേണ്ടി വലിയ ശ്രമമാണ് NK പ്രേമചന്ദ്രൻ നടത്തിയത്. ചീഫ് സെക്രട്ടറിയെ വിളിച്ചു, മുഖ്യമന്ത്രിയെ കണ്ടു, വീണ ജോർജിനെ പലവട്ടം കണ്ടു, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു, അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചു, ചീഫ് സെക്രട്ടറി വിളിപ്പിച്ചു. വലിയ അധ്വാനമാണ് NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. പക്ഷേ എന്നിട്ട് പിടി കൊടുത്തില്ല വീണ ജോർജ്. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. പ്രേമചന്ദ്രന് അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളത് കൊണ്ട് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. ഇത് ആവശ്യമുണ്ടെന്നൊരു സർട്ടിഫിക്കറ്റാണ് പറയുന്നത് സ്റ്റേറ്റിന്, അതൊരു പ്രൊസീജിയറാണ്. പക്ഷേ അത് കൊടുത്തില്ല. എന്തായാലും ഇപ്പോൾ കെ മുരളീധരൻ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കൊടുത്തോന്ന് അറിയില്ല, എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആശ്രാമം ESI ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ എയിംസിനോടൊപ്പം തന്നെ ആ മെഡിക്കൽ കോളേജ് കൂടി വരാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ രാജിവെക്കും രാഷ്ട്രീയത്തിൽ എന്ന് സുരേഷ് ഗോപി പറയുന്നു. അതൊരു അപക്വമായ തീരുമാനമാണ്. വരുമെന്നുറപ്പുണ്ടെങ്കിലും അങ്ങനെ തീരുമാനങ്ങൾ പറയുന്നത് ശരിയല്ല. ഒരു ആശുപത്രി വരുന്നതിൻ്റെ പേരിലോ വരാത്തതിൻ്റെ പേരിലോ MP സ്ഥാനം രാഷ്ട്രീയവെക്കുകയും രാഷ്ട്രീയം വിട്ടു പോകുമെന്നൊക്കെ പറയുന്നത് വളരെ അപക്വമായ തീരുമാനമാണ്. അത് യാതൊരു പക്വതയുമില്ലാത്ത തീരുമാനമാണ്. എന്തായാലും തൃശ്ശൂരിന് എയിംസ് അവകാശമുണ്ടെന്ന് പറയുന്നു. മറ്റേത് സ്ഥലത്ത് 5 സ്ഥലത്തിൽ എവിടെ എയിംസ് വന്നാലും വളരെ സന്തോഷമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത ബഡ്ജറ്റിന് മുമ്പ് എയിംസ് വരും. ഞാൻ എയിംസ് എനിക്ക് വന്നില്ലെങ്കിൽ, ഈ എൻ്റെ ഭരണകാലയളവിൽ എന്ന് പറഞ്ഞാൽ 29 വരെയുണ്ട്, വന്നില്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം വോട്ടും ചോദിച്ച് നിങ്ങളുടെ അടുത്ത് വരില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയം വിടുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും അളിയന്മാർ രണ്ടുപേരും കൂടി എയിംസ് കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അളിയൻസ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് 5 സ്ഥലങ്ങൾ പോകാൻ സാധ്യതയുണ്ട്.
അത് 5 ജില്ലകളായിരിക്കും. ഈ 5 സ്ഥലങ്ങൾ, 3 സ്ഥലം മതി, എന്നാലും 5 സ്ഥലങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. ഈ 5 സ്ഥലങ്ങളിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രാലയം വന്ന് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എയിംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടുക്കി പോലുള്ള ജില്ലകളെ കുറ്റം പറയുന്നതല്ല, പക്ഷേ അതിൻ്റെ ടെറൈൻ പറഞ്ഞു വച്ച് ഞാൻ പറഞ്ഞതാണ്. കുറച്ചുകൂടി അക്സസിബിലിറ്റി ഉള്ള ജില്ലകളിലേക്ക് അത് മാറണം. അല്ലെങ്കിൽ ഇടുക്കിയിൽ ആളുകൾക്ക് എത്താൻ പറ്റുന്ന അക്സസിബിലിറ്റി ഉണ്ടാക്കണം. എന്തായാലും കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇടുക്കി കുറേ കൂടി തണുപ്പ് കാലാവസ്ഥയ്ക്കുള്ളൊരു സ്ഥലമാണ്. അത് ചികിത്സയ്ക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ തണുപ്പ് കൂടിയാലും പ്രശ്നമാണ്. എന്തായാലും എവിടെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഉറപ്പ് പറയുന്നു, എവിടെയായാലും ട്രാൻസ്പോർട്ടിൻ്റെ അക്സസിബിലിറ്റി വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ എല്ലാ രാജ്യത്തും എയിംസ് ഇരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. അവിടത്തേക്ക് ആംബുലൻസ്, ഫ്ലൈറ്റ്, അതുപോലെ മറ്റ് റോഡ് മാർഗമുള്ള എല്ലാ അക്സസിബിലിറ്റി ഉള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ വരേണ്ടത്.